ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമാണിപ്പോൾ. ഇനി പറയാൻ പോകുന്നത് വയനാട്ടിൽ കായ്ച്ച ഒരു ഭീമൻ ചക്കയെക്കുറിച്ചാണ്. വയനാട് വാഗേരിക്കടുത്ത് ചെമ്പുകൊല്ലിയിലെ അനീഷ് ഉദയന്റെ പറമ്പിലാണ് ഈ ചക്കയുണ്ടായത്. അസാധാരണ വലിപ്പം കണ്ടൊന്ന് തൂക്കി നോക്കിയപ്പോഴാണ് അനീഷ് ശരിക്കും ഞെട്ടിപ്പോയത്. ചക്കയുടെ തൂക്കം 73 കിലോയാണ്. ഞാനിന്നലെ ജസ്റ്റ് ഇങ്ങനെ പറമ്പിലോട്ട് പോകുമ്പോൾ ഈ ചക്ക എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അത് വിണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് സാധാരണയായിട്ട് നമ്മൾ അധികം ഒരു 30-35 ഒരു കിലോയിലുള്ള ചക്കകൾ തന്നെയാണ് മാക്സിമം ഉണ്ടായിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഇത്രയും ഭാരമുണ്ടെന്നുള്ളത് മനസ്സിലായത്. ഞങ്ങള് ഒരു 2-3 പേര് കൂടിയാണ് ഇത് താഴെ ഇറക്കിയത്. അതിനുശേഷം ഇത് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങളൊരു മെഷർ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ 73 കിലോ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ശരിക്കും വയനാട്ടിലെ മണ്ണ് നല്ല ഫലഭൂഷ്ടിയുള്ളതാണ് കേട്ടോ. ഒരു 4-5 കൊല്ലം മുൻപ് മറ്റൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. 52 കിലോ തൂക്കമുള്ള ഒരു ചക്ക വയനാട്ടിൽ തന്നെ അത് ഗിന്നസ് റെക്കോർഡിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ആ റെക്കോർഡിനെയും തിരുത്തി കുറിച്ച് 73 കിലോ തൂക്കമാണുള്ളത്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഒരു ഭീമൻ ചക്ക തന്നെയാണ്. ശരിക്കും ആ കർഷകൻ ഞെട്ടിപ്പോയിട്ടുണ്ടാവും, നാട്ടുകാരും ഞെട്ടിപ്പോയിട്ടുണ്ടാകും. ഈ വലുപ്പത്തിനൊത്ത രുചി അതിനുണ്ടോ? എന്താണ് ആ ചക്കയുടെ വിശേഷങ്ങൾ? പറയൂ. സാധാരണ ഏറ്റവും വലിയ ചക്ക എന്ന് പറഞ്ഞാൽ അതൊരു 30-35 കിലോയൊക്കെ വരെയാണ് തൂക്കം വരിക. ഇത് അതിൻ്റെ ഇരട്ടിയാണ്, 73 കിലോ ഉള്ളൊരു ചക്ക. അനീഷ് ഉദയൻ്റെ പറമ്പിൽ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരുപാട് പ്രായമുള്ള വലിയൊരു പ്ലാവല്ല. ഒരു 12 വർഷം മാത്രം പഴക്കമുള്ള, അധികം ഉയരവും വണ്ണവും ഒന്നും ഇല്ലാത്ത പ്ലാവിലാണ് ഈ ഒരു ഭീമൻ ചക്ക കായ്ച്ചത്. അനീഷ് ഈ ചക്ക പ്ലാവിൽ നിൽക്കുമ്പോൾ തന്നെ സാമാന്യം വലിയൊരു ചക്ക എന്ന് തോന്നിയിരുന്നു. പക്ഷെ അത് വെട്ടി താഴെ ഇറക്കാൻ നോക്കുമ്പോഴാണ് അതിൻ്റെ വലുപ്പം ബോധ്യപ്പെടുന്നത്. അത് പൊട്ടിക്കീറിയിരുന്നു. 2-3 പേർ ചേർന്നാണ് ഈ ചക്ക പ്ലാവിൽ നിന്ന് ഇറക്കി മുറ്റത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വലുപ്പം കണ്ടപ്പോഴാണെന്ന് തൂക്കി നോക്കാം എന്ന് തോന്നിയത്. അപ്പോഴാണ് ഈ 73 കിലോ തൂക്കമുണ്ട് എന്ന് വ്യക്തമായത്. എന്തായാലും ആ ചക്ക വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ചുള എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആ ഫോട്ടോയിൽ കാണാം. ആ കുട്ടികൾ ചക്കച്ചുള പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയിൽ കാണാം. ചക്കച്ചുളയും സാധാരണ വലുപ്പമല്ല, അത് വലിയ ചുളകളായിരുന്നു ചക്കയ്ക്ക് അകത്തും ഉണ്ടായിരുന്നത്. വളരെ രുചികരവുമായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത്. ഈ പ്ലാവിൽ മുൻപും ചക്ക കായ്ച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര വലിയ ചക്ക ഇതാദ്യമായാണ്. സുൽത്താൻ ബത്തേരിക്കടുത്ത വാഗേരി തോട്ടാമൂല എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഭീമൻ ചക്ക കായ്ച്ചത്. എന്തായാലും ചക്ക വെട്ടി വീട്ടിലുള്ളവരും ഇവിടെ അടുത്തുള്ളവരും ഒക്കെ കഴിച്ചു. ഇനി ഈ പ്ലാവിൽ ഇത്തരത്തിലൊരു ചക്ക ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്ന് അനീഷ് പറയുന്നു. എന്തായാലും ഈ കുഞ്ഞു പ്ലാവിൽ നിന്ന് 12 വർഷം ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമാണ്. ഇതൊരു ഭീമൻ ചക്കയുടെ റിപ്പോർട്ട് തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് രാഹുൽ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഭീമൻ മാങ്ങയുടേത്. ഇതിപ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു ഭീമൻ ചക്ക. എന്തായാലും രസമുള്ള കാഴ്ചകളാണ് ഇപ്പോഴുള്ളത്.